നമ്മൾ ലൈഫ് പ്രോസസ്സാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രാൻസ്പോർട്ടേഷനാണ്. ന്യൂട്രീഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ അടുത്ത ലൈഫ് പ്രോസസ്സാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കഴിച്ച ഭക്ഷണം നേരെ സ്റ്റൊമക്കിലാണ് എത്തുക, അല്ലേ? സ്റ്റൊമക്കിൽ നിന്ന് ഡൈജഷൻ കംപ്ലീറ്റ് ആയി സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്തും. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് നമ്മൾ പറഞ്ഞു വില്ലിയിലുള്ള ബ്ലഡ് വെസൽസ് ഈ ഫുഡ് മെറ്റീരിയൽസിനെ അബ്സോർബ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ശ്വസിച്ചിട്ട് ഓക്സിജൻ എത്തുന്നത് ലങ്സിലാണ്. ഈ ലങ്സിലെത്തിയ ഓക്സിജൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തണം. അതുപോലെ തന്നെ നമ്മൾ കഴിച്ച ഭക്ഷണം അതും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തണം. ഈ ഒരു പ്രോസസ്സ് നമ്മളുടെ ഫുഡ് മെറ്റീരിയൽസ് അതേപോലെ ഓക്സിജൻ ഒക്കെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാം. ശരീരത്തിൽ നടക്കുന്ന മെറ്റാബോളിക് പ്രോസസ്സിൻ്റെ ഫലമായി ഉണ്ടാവുന്ന വേസ്റ്റുകളെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യുക തുടങ്ങിയ പ്രോസസ്സുകൾ നടക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ എന്ന ഫംഗ്ഷനിലൂടെയാണ്. അതിനുവേണ്ടി ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള ഫ്ലൂയിഡ്, ബ്ലഡ് അല്ലെങ്കിൽ ലിംഫ്, ഇതാണ് നമ്മുടെ ശരീരത്തിലെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം കൃത്യമായിട്ട് വർക്കൗട്ട് ആക്കുന്നത്. ഇതിൻ്റെ സർക്കുലേഷനാണ്, ഈ ബ്ലഡിൻ്റെ അല്ലെങ്കിൽ ലിംഫിൻ്റെ സർക്കുലേഷനാണ് നമ്മുടെ ശരീരത്തിലെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് വിളിക്കുക. സർക്കുലേറ്ററി സിസ്റ്റം, ബ്ലഡ് അതേപോലെ മറ്റ് ഫുഡ് മെറ്റീരിയൽസ് ഓക്സിജൻ്റെ ഒക്കെ സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിൽ നടത്താം. ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാന്റ്സിലുള്ള ട്രാൻസ്പോർട്ട് മെറ്റീരിയൽസ്, അതായത് പ്ലാന്റ്സിൽ എങ്ങനെയാണ് മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷനാണ് ഇതിനാവശ്യം. ഒന്ന്, ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ജലം അതേപോലെ തന്നെ ലവണങ്ങൾ ഇതൊക്കെ സസ്യത്തിൻ്റെ ഇലയിലെത്തിക്കണം. അതോടൊപ്പം ഇലയിൽ പ്രിപ്പയർ ചെയ്ത് വെച്ച ഫുഡിനെ സസ്യത്തിൻ്റെ സ്റ്റോറേജ് ലൊക്കേഷനിലേക്ക് മാറ്റണം. ഈ രണ്ട് പ്രോസസ്സുകളാണ് സസ്യങ്ങളിൽ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതിനു വേണ്ടിയിട്ട് രണ്ട് രീതിയിലുള്ള കണ്ടക്റ്റിംഗ് ടിഷ്യൂസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നതിന് വേണ്ടി ബ്ലഡ് വെസൽസ് ഉള്ളതുപോലെ സസ്യങ്ങൾ ചില പ്രത്യേക കണ്ടക്റ്റിംഗ് ടിഷ്യൂസ് ഉണ്ട്. ഈ കണ്ടക്റ്റിംഗ് ടിഷ്യൂസാണ് ഈ ഫുഡ് മെറ്റീരിയൽസിനെ വാട്ടറിനൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന് സൈലം, മറ്റൊന്ന് ഫ്ലോയം. സൈലവും ഫ്ലോയവും, ഈ രണ്ട് രീതിയിലുള്ള കണ്ടക്റ്റിംഗ് ടിഷ്യൂസാണ് സസ്യങ്ങളിലെ ട്രാൻസ്പോർട്ടേഷൻ സാധ്യമാക്കുന്നത്. ഇതിൽ സൈലം എന്ന് പറയുന്ന കണ്ടക്റ്റിംഗ് ടിഷ്യൂ ആണ് വേര് അബ്സോർബ് ചെയ്യുന്ന വെള്ളത്തെ സസ്യത്തിൻ്റെ ലീഫിലെത്തിക്കുന്നത്. നമ്മൾ വാട്ടറിൻ്റെ എയർ ആൻഡ് വാട്ടർ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു. വെള്ളം വളരെ ചെറിയ ഹോളിലൂടെ മുകളിലേക്ക് കയറും, അല്ലേ? അപ്പോൾ ഇങ്ങനെ ആ ഒരു പ്രോസസ്സാണ് ശരിക്കും ഇവിടെ സംഭവിക്കുക. അതേപോലെ തന്നെ ഓസ്മോസിസ് എന്നൊക്കെ പറയുന്ന ചില ടേമുകളൊക്കെ മുമ്പ് പഠിച്ചിട്ടുണ്ട്. സസ്യത്തിൻ്റെ വേരിൽ വെള്ളം കുറയുകയും ഭൂമിയിലെ വെള്ളത്തിൻ്റെ അളവ് കൂടുകയും ചെയ്താൽ സസ്യത്തിൻ്റെ വേര് ഈ വെള്ളത്തെ വലിച്ചെടുക്കും. ഈ വലിച്ചെടുത്ത വെള്ളത്തെ സൈലം എന്ന് പറയുന്ന കണ്ടക്റ്റിംഗ് ടിഷ്യൂസ് നേരെ ലീഫിലെത്തിക്കും. ഇതിന് അസെൻഡ് ഓഫ് സാപ്പ് എന്നാണ് നമ്മൾ വിളിക്കുക. അസെൻഡ് ഓഫ് സാപ്പ് ഇത് ശരിക്കും ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വർക്കാണ്, അല്ലേ? എന്തെങ്കിലും സാധനങ്ങൾ ശരിക്കും ഗ്രാവിറ്റിയുടെ അതേ ഡയറക്ഷനിലാണ് പോകേണ്ടത്, താഴോട്ടേക്കാണ് പോകേണ്ടത്. അതേസമയം വെള്ളം ഈ ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോവാണ്. ഇതിന് സസ്യത്തെ സഹായിക്കുന്നത് ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. എന്താ ട്രാൻസ്പിരേഷൻ? സസ്യത്തിലുള്ള ലീഫിൽ ചെറിയ ഹോളുണ്ട്, അല്ലെ? സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ചെറിയ ഹോളുകളുണ്ട്. ഈ സ്റ്റൊമാറ്റയിലൂടെ സസ്യത്തിലുള്ള വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോകും, അന്തരീക്ഷത്തിലേക്ക് നീരാവിയായിട്ട് പോകും. ഇങ്ങനെ നീരാവിയായി പോകുന്ന സമയത്ത് ഒരു സക്ഷൻ പുള്ളായിട്ട് ആക്ട് ചെയ്യും. നമ്മൾ സ്ട്രോ വെച്ചിട്ട് ജ്യൂസ് വലിച്ചു കുടിക്കുന്നത് പോലത്തെ ഒരു എഫക്റ്റ്. ഇത് അന്തരീക്ഷത്തിലേക്ക് പോകും, പകരം എന്ത് ചെയ്യും? ഭൂമിയിൽ നിന്ന് വെള്ളം മുകളിലേക്ക് കയറി വരും. ഇതൊരു സ്ലോ പ്രോസസ്സാണ്, വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നൊരു പ്രോസസ്സല്ല, വളരെ സ്ലോ പ്രോസസ്സാണ്. ഇപ്പോൾ സ്റ്റൊമാറ്റയിലൂടെ ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട്
ഇതൊരു ശരിക്കും നമ്മൾ ജ്യൂസൊക്കെ വലിച്ചു കുടിക്കുന്നത് ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അല്ലേ, നമ്മൾ എയറിനങ്ങ് വലിച്ചൊഴിവാക്കുകയാണ്. അപ്പോൾ ഭാഗത്തേക്ക് വെള്ളം കയറി വരും. അതേപോലെ തന്നെ ഈ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യും. ഈ വാക്യൂത്തിലൂടെ വാട്ടർ മുകളിലേക്ക് കയറി വരും. ശരിക്കും നമ്മൾ ജ്യൂസ് സ്ട്രോ വെച്ചിട്ട് വെള്ളം വലിച്ചു കുടിക്കുന്ന അതേ എഫക്റ്റാണ് ശരിക്കും ഈ പ്രോസസ്സിലൂടെ നടക്കുന്നത്. നമ്മൾ ട്രാൻസ്പിറേഷൻ പുൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അതാണ് ഒന്നാമത്തെ സസ്യത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. സൈലം എന്ന് പറയുന്ന കണ്ടക്റ്റിംഗ് ടിഷ്യൂസിലൂടെ ഭൂമിയിലുള്ള വെള്ളം സസ്യത്തിൻ്റെ ഇലയിലെത്തുന്നു. ഇനി മറ്റൊന്നുള്ളത് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ആണ്. അതിന് സഹായിക്കുന്നത് ഫ്ലോയമാണ്. ഫ്ലോയം സസ്യത്തിൻ്റെ ഇലയിലാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇലയിൽ പ്രിപ്പയർ ചെയ്ത ഫുഡ് ഇലയിൽ തന്നെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇല മുറിക്കുന്നതോടുകൂടെ ആ സസ്യത്തിന് ഫുഡൊക്കെ നഷ്ടപ്പെടും. നമ്മൾ പല സസ്യങ്ങളുടെയും ഇല മുഴുവനായിട്ട് വെട്ടിക്കളയാറുണ്ട്, എന്നാലും സസ്യം ഉണങ്ങൂല. കാരണം അത് അതിൻ്റെ ഫുഡ് വേറെ എവിടെയെങ്കിലും, അതായത് അതിൻ്റെ സ്റ്റോറേജ് ലൊക്കേഷനിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. ഓരോ പ്ലാന്റും വ്യത്യസ്ത സ്റ്റോറേജ് ലൊക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. കപ്പ ഉണ്ടല്ലേ, കപ്പ പൂള എന്നൊക്കെ വിളിക്കുന്ന സാധനം, അതതിൻ്റെ റൂട്ടിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നെല്ല് അതിൻ്റെ സീഡായിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. മാവ് പ്ലാവൊക്കെ അതിൻ്റെ സ്റ്റെമ്മായിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓരോന്നും വ്യത്യസ്ത രീതിയിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. വ്യത്യസ്ത ഏരിയകളിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. എവിടെയാണോ സ്റ്റോർ ചെയ്യുന്നത് അങ്ങോട്ടേക്ക് മാറ്റുന്ന പ്രോസസ്സിനാണ് നമ്മൾ ട്രാൻസ്ലൊക്കേഷൻ എന്ന് വിളിക്കുന്നത്. ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ഫ്രം ലീവ്സ് ടു അതർ പാർട്സ് ഓഫ് ദി പ്ലാന്റ് ഇസ് കോൾഡ് ട്രാൻസ്ലൊക്കേഷൻ. അതിന് സഹായിക്കുന്നത് ഫ്ലോയം എന്ന് പറയുന്ന കണ്ടക്റ്റിംഗ് ടിഷ്യൂ ആണ്. ഇത്രയാണ് സസ്യങ്ങളുടെ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്ത ട്രാൻസ്പോർട്ടേഷൻ ഹ്യൂമൻ ബീയിങ്സ് ആണ്. മനുഷ്യനിലുള്ള ട്രാൻസ്പോർട്ടേഷൻ. മനുഷ്യനിൽ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത് സർക്കുലേറ്ററി സിസ്റ്റമാണ്. നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം പറഞ്ഞതുപോലെ സർക്കുലേറ്ററി സിസ്റ്റമാണ് മനുഷ്യനിലുള്ള ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നത്. സർക്കുലേറ്ററി സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഹാർട്ട്, ഹൃദയം അല്ലേ, സെൻട്രലി ലൊക്കേറ്റഡ് മസ്കുലാർ പമ്പ്. ഒരു പമ്പാണ് ശരിക്കും. കിണറിന്നൊക്കെ വെള്ളം മുകളിലേക്ക് മോട്ടോർ വെച്ച് അടിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പമ്പാണ് ഹാർട്ട് എന്ന് പറയുന്നത്. മറ്റൊന്ന് ബ്ലഡ് വെസൽസ് ആണ്. ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് ബ്ലഡ് വെസൽസിലൂടെ. ട്യൂബ് പോലുള്ള സ്ട്രക്ചറാണ് ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത്. നമ്മൾ ഹൃദയവുമായി കണക്റ്റഡ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളുമായിട്ടും ബ്ലഡ് വെസൽസ് കണക്റ്റഡ് ആണ്. ഇനി അടുത്ത മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് ബ്ലഡാണ്. നമ്മളെ ബ്ലഡ് വെസൽസിലൂടെ ഹാർട്ട് പമ്പ് ചെയ്യുന്നതിനനുസരിച്ച് മൂവ് ചെയ്യുന്ന ബ്ലഡാണ് നമ്മളുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിലെ മൂന്നാമത്തെ പാർട്ട്. ബ്ലഡിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മളുടെ ന്യൂട്രിയൻസ് ഒക്കെ എത്തുന്നത്. പല രീതിയിലാണ് അവർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ബ്ലഡിലൂടെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സാധ്യമാവുന്നത്. ബ്ലഡ് വെസൽസിനെ കുറിച്ച് പറയും. ബ്ലഡ് വെസൽസ് നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: ആർട്ടറീസ്, വെയിൻസ് ആൻഡ് കാപ്പിലറീസ്. ആർട്ടറീസ് എന്ന് പറഞ്ഞാൽ ക്യാരി ബ്ലഡ് ഫ്രം ഹാർട്ട് ടു വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി. ആർട്ടറീസ് ആണ് നമ്മളുടെ ശുദ്ധരക്തത്തെ, ഹൃദയത്തിൽ നിന്നുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്നത്. വെയിൻസ് ആണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡിനെ തിരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, ഹൃദയത്തിലെത്തിയിട്ട് അത് ശ്വാസകോശത്ത് പോകും. എന്നിട്ട് വീണ്ടും ഓക്സിജനേറ്റഡ് ബ്ലഡായിട്ട് വീണ്ടും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകും. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊടുക്കുകയാണ്. മറ്റൊന്ന് കാപ്പിലറീസ് ആണ്. കാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ തിൻ ബ്ലഡ് വെസൽസ് ആണ്. നമ്മുടെ സെല്ല് എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ്. നമ്മളുടെ വലിയ ബ്ലഡ് വെസൽസിൽ നിന്ന് ബ്ലഡ് നമ്മളുടെ ഓരോ സെല്ലിലേക്കും പമ്പ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മളുടെ വലിയ ബ്ലഡ് വെസൽസിനെ ചെറിയ 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 ബ്ലഡ് വെസൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അതിനാണ് നമ്മൾ കാപ്പിലറീസ് എന്ന് വിളിക്കുക. ഇനി ഹാർട്ടിനെ കുറിച്ചാണ് നോക്കുന്നത്. വളരെ വിശദമായിട്ടൊന്നും നമ്മൾ ഇവിടെ ചാപ്റ്ററിൽ പഠിക്കുന്നില്ല. നമ്മൾ മുമ്പ് ഹൃദയത്തെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ പല ക്ലാസ്സുകളിലും. അപ്പോൾ ഈ ഹാർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഹൃദയം നമ്മൾ പറയുന്ന ലൊക്കേഷൻ എല്ലാവർക്കും അറിയാലോ. അതിനുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള മസ്കുലാർ പമ്പാണ്. പമ്പ് എന്നാണ് മോട്ടർ. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സാധാരണ പറയാറുണ്ട് 4-ാം മാസത്തിലൊക്കെ അല്ലേ, ആ സമയത്ത് തുടങ്ങിയ വർക്കാണ് നമ്മളുടെ പമ്പ്, ഹൃദയം എന്ന് പറയുന്ന പമ്പ്. അത് നമ്മളുടെ അവസാന ശ്വാസം വരെ അത് വർക്ക് ചെയ്യാൻ ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഹാർട്ട് ആണ് ഒന്നാമത്തെ ഭാഗം. ഇത് 4 ചേംബർ ഉള്ളതാണ്. 2 ലെഫ്റ്റ് ചേംബറും 2 റൈറ്റ് ചേംബറും. ഓട്രിയ എന്നാണ് അതിൻ്റെ ഒരു ചേംബർ നമ്മൾ വിളിക്കുക. അതേപോലെ
വെൻട്രിക്കിൾസ് എന്നാണ് മറ്റേ ചേമ്പറിനെ നമ്മൾ വിളിക്കുക. ഓക്കെ, അപ്പോൾ 2 ഓർട്ടറി ഉണ്ട്, അതേപോലെ തന്നെ 2 വെൻട്രിക്കിൾസും ഉണ്ട്. ഓക്കെ, അപ്പോൾ മുകൾ ഭാഗത്തിന്, നമ്മുടെ ഹൃദയത്തിൻ്റെ മുകൾ ഭാഗത്തിന് നമ്മൾ വിളിക്കുക. മൊത്തം 4 ചേമ്പറാണ്. മുകൾ ഭാഗത്തുള്ള 2 ചേമ്പറിനെ നമ്മൾ ഓട്രിയം എന്നും താഴ്ഭാഗത്തുള്ള 2 ചേമ്പറിനെ നമ്മൾ വെൻട്രിക്കിൾ എന്നുമാണ് വിളിക്കുക. ഹൃദയത്തിൻ്റെ ഒരു ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. കൂടുതൽ വിശദമായിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ പറയാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദമായിട്ട് പോകുന്നില്ല. ഈ ഹാർട്ട് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് മസിൽസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട സാധനമാണ്. പ്രത്യേക തരം ടിഷ്യൂ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ കുറേ സമയം കൈ കൊണ്ട് എന്തെങ്കിലും ഒരു വർക്ക് ഇങ്ങനെ ചെയ്ത് നോക്കുക, നമ്മുടെ കയ്യിലെ മസിലൊക്കെ വേദനയാവും. എന്നാൽ 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിൻ്റെ മസിൽസ് അതിന് പെയിനൊന്നും വരാറില്ല. കാരണം അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മസിൽസാണ്. പിന്നെ നമ്മൾ കാർഡിയാക്ക് മസിൽസ് എന്ന് വിളിക്കുക. കാർഡിയാക്ക് മസിൽസ്, കാർഡിയോളജി എന്നുള്ള ടേം ഓർത്ത് വെച്ചാൽ മതി. കാർഡിയാക്ക് മസിൽസ് ഇത് ഒന്ന് കോൺട്രാക്ട് ചെയ്യും, പിന്നെ ഒന്ന് റിലാക്സ് ചെയ്യും. ഇതാണ് നമ്മൾ ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത്. ഒന്ന് ചുരുങ്ങും, പിന്നൊന്ന് വീർക്കും, വീണ്ടും ചുരുങ്ങും, വീർക്കും. ഇങ്ങനെ വീർക്കുന്ന സമയത്ത് പുറത്തു നിന്നുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ്, ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മളുടെ ഹൃദയത്തിലേക്ക് എത്തും. അതേപോലെ ഒന്ന് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തും. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേ നിൽക്കണം. ഇതിനാണ് നമ്മൾ ഹാർട്ട് ബീറ്റ് എന്ന് വിളിക്കുന്നത്. ഈ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷനാണ് നമ്മൾ ഹാർട്ട് ബീറ്റ് എന്ന് വിളിക്കുന്നത്. ഏകദേശം 72, ഒരു മിനിറ്റിൽ 72 ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ്റെ ഒരു നോർമൽ മിനിറ്റ് കിതയ്ക്കോ ചെവി വർക്കും ചെയ്യാത്ത ഒരാളത് 72 പ്രാവശ്യമാണ് ഒരു സെക്കൻഡിൽ, ഒരു മിനിറ്റിൽ ഉണ്ടാവാറുള്ളത്. ഇത് നമ്മൾ ECG നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഇലക്ട്രോ കാർഡിയോഗ്രാം. എങ്ങനെയാണ് നമ്മുടെ ഹൃദയം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ടെസ്റ്റാണ് എക്കോ കാർഡിയോഗ്രാം. കൂടുതൽ ഓക്സിജനുള്ള ബ്ലഡ് അത് ലെഫ്റ്റ് ചേമ്പറിൽ നിന്ന്, ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്നാണ് പുറത്തേക്ക് പമ്പ് ചെയ്യുക. ഇത് ഓർട്ട എന്ന് പറയുന്ന ബ്ലഡ് വെസലിലൂടെയാണ് അത് പമ്പ് ചെയ്യുന്നത്. ഒരു ജനറൽ പ്ലാൻ കാണിച്ചിട്ടുണ്ട്. റൈറ്റ് ഓട്രിയം, ലെഫ്റ്റ് ഓട്രിയം ഒക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ. ഇതിനെ ഓട്രിയത്തെയും വെൻട്രിക്കിളിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു വാൾവ് ഉണ്ട്. എന്താ വാൾവിൻ്റെ പ്രത്യേകത? ഉദാഹരണത്തിന് ഇങ്ങനൊരു വാൾവാണ്. ഇങ്ങനൊരു വാൾവാണെങ്കിൽ പിന്നെ ഇവിടുന്ന് മുകളിലേക്ക് തുറക്കാൻ കഴിയില്ല. മുകളിലേക്ക് വരുമ്പോൾ ഇതിൽ വന്ന് തട്ടും, ഇത് മുകളിലേക്ക് ഓപ്പൺ ആവില്ല. എന്നാൽ ഇത് താഴോട്ടേക്ക് വന്നിട്ട് ഇതിലൂടെ എന്ത് ചെയ്യും, ബ്ലഡിനുള്ളിലേക്ക് വരാൻ കഴിയും. ഈ വാൾവിനൊക്കെ തകരാറുണ്ടെങ്കിലൊക്കെ നമുക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, കുട്ടികളിലൊക്കെ ഉണ്ടാവുന്ന പ്രയാസങ്ങളൊക്കെ. ഇനി അടുത്തൊരു ടേം ഉള്ളത് ബ്ലഡ് പ്രഷറാണ്. ബ്ലഡ് പ്രഷർ, ഇറ്റ് ഈസ് എ ഫോഴ്സ് വിത്ത് വിച്ച് ബ്ലഡ് പുഷസ് എഗൈൻസ്റ്റ് ദ വാൾസ് ഓഫ് ദി ആർട്ടറീസ്. ആർട്ടറീസിൻ്റെ വാൾസിൽ ബ്ലഡ് പുഷ് ചെയ്യുന്നതിനാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് വിളിക്കുക. സാധാരണ ഇത് നമുക്കറിയാം അല്ലേ, പ്രഷർ BP നമ്മൾ പറയാറില്ല, അതിനാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ സാധാരണ മെർക്കുറി ഇത് വെച്ചിട്ടാണ് നമ്മൾ മെഷർ. സ്വിഗ്മോ മാനോമീറ്റർ എന്ന് പറയുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നമ്മളെ പരിശോധിക്കുന്ന സ്വിഗ്മോ മാനോമീറ്റർ. ഇതിന് 120 to 80 mm of Hg ആണ് ഇതിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്. 120 ഡയാസ്റ്റോളിക്കും സിസ്റ്റോളിക്കും ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡയാസ്റ്റോളിക് ഹൃദയം ചുരുങ്ങുന്ന സമയത്തും ഹൃദയം വികസിക്കുന്ന സമയത്തും. ഹൃദയം ചുരുങ്ങുന്ന സമയത്തുള്ളതാണ് 120, ഹൃദയം എൻലാർജ് ചെയ്യുന്ന വികസിക്കുന്ന സമയത്തുള്ളതാണ് 80. മെഷർ ചെയ്യുന്ന ഉപകരണത്തിൻ്റെ പേര് സ്വിഗ്മോ മാനോമീറ്റർ എന്നാണ്. മറ്റൊന്ന് പൾസ് റേറ്റ് ആണ്. പൾസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ നമ്മുടെ ആർട്ടറി അല്ലെങ്കിൽ ഓർട്ട എന്ന് പറയുന്ന ബ്ലഡ് വെസൽസ്, അതിലൂടെ ബ്ലഡ് പാസ് ചെയ്യുന്ന സമയത്ത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന ഒരു പൾസിനെയാണ് നമ്മൾ പൾസ് റേറ്റ്. നമ്മളെ കൈയൊക്കെ പിടിച്ചു നോക്കിയിട്ട് ആളുകൾ പറയാറുണ്ടല്ലോ, നമ്മളെ കൈ പിടിച്ചു നോക്കിയാൽ അറിയാം നമ്മളുടെ ഹെൽത്തി കണ്ടീഷൻ. ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ പോയാൽ അയാൾ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ആൾക്കറിയാം നമ്മളുടെ ഹെൽത്തി കണ്ടീഷൻസ് എത്ര ഉണ്ട്, ആരോഗ്യവാനാണോ എന്നുള്ളത്. കാരണം നമ്മൾ ഹൃദയമിടിപ്പ് അതിന് റിലേറ്റഡ് ആയിരിക്കും. ഇപ്പം ഇത്രയാണ് പറയാനുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സർക്കുലേറ്ററി മീഡിയത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഹൃദയത്തെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞില്ല, കാരണം നിങ്ങളുടെ ചാപ്റ്റർ പാഠത്തിൽ അത്രയേ ഉള്ളൂ. നമ്മളുടെ സമയം കുറവായതുകൊണ്ടാണ് അങ്ങനെ പോയത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങളത് പഠിച്ചിട്ടുണ്ട്. വരുന്ന 6ാം ക്ലാസ് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കും. നമുക്ക് സർക്കുലേറ്ററി മീഡിയത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.